ഗുഡ് ഈവനിങ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഡോക്ടർ പൽപ്പു എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കേരള റിനൈസൻസ് റീഡറിനെ കുറിച്ചാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഡോക്ടർ പൽപ്പു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1863 മുതൽ 1950 വരെയായിരുന്നു. അദ്ദേഹത്തെ നിശബ്ദനായ വിപ്ലവകാരി എന്നായിരുന്നു വിളിച്ചിരുന്നത്. എന്തായിരുന്നു? നിശബ്ദനായ വിപ്ലവകാരി. ആ ഒരു ടൈറ്റിൽ അദ്ദേഹത്തിന് കൊടുത്തത് സരോജിനി നായിഡു ആയിരുന്നു. ആരാ കൊടുത്തത്? സരോജിനി നായിഡു. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. നിശബ്ദനായ വിപ്ലവകാരി എന്നറിയപ്പെട്ടിരുന്നത് ഡോക്ടർ പൽപ്പു എന്ന ഫേമസ് കേരള റിനൈസൻസ് ലീഡറെ ആയിരുന്നു. അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിലെ പേട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ നെയിം പത്മനാഭൻ പൽപ്പു എന്നായിരുന്നു. അദ്ദേഹത്തെ ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്നുള്ള രീതിയിലൊക്കെ അറിയപ്പെട്ടിരുന്നു. അദ്ദേഹം ഈഴവ സമുദായത്തിൽ നിന്നും മെഡിക്കൽ ഡിഗ്രി എടുത്ത ആദ്യ വ്യക്തിയാണ് ഡോക്ടർ പൽപ്പു. അത് ഓർത്തു വെക്കണം. എന്താണ്? ഈഴവ സമുദായത്തിൽ നിന്നും മെഡിക്കൽ ഡിഗ്രി എടുത്ത ആദ്യ വ്യക്തിയാണ് ആര്? ഡോക്ടർ പൽപ്പു. അതോടൊപ്പം തന്നെ ഈഴവ സമുദായത്തിൽപ്പെട്ട വ്യക്തിയായതിനാൽ തിരുവിതാംകൂർ മെഡിക്കൽ സർവീസിൽ നിന്നും ഉദ്യോഗം നിഷേധിക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയാണ് ഡോക്ടർ പൽപ്പു. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെക്കണം. എന്താണ് ആദ്യം ഞാൻ പറഞ്ഞത്? ഈഴവ സമുദായത്തിൽ നിന്നും എന്താണ് മെഡിക്കൽ ഡിഗ്രി എടുത്ത ആദ്യത്തെ വ്യക്തിയാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ ഈഴവ സമുദായത്തിൽപ്പെട്ട വ്യക്തിയായതിനാൽ തിരുവിതാംകൂർ മെഡിക്കൽ സർവീസിൽ നിന്നും ഉദ്യോഗം നിഷേധിക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയാണ് ആര്? ഡോക്ടർ പൽപ്പു. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ഓർത്തു വയ്ക്കണം. പൽപ്പുവിൻ്റെ ആദ്യ ഗുരു ആയിരുന്നു പേട്ടയിൽ രാമൻ പിള്ള ആശാൻ. ഓർത്തു വെക്കണം. ആരാണ്? പേട്ടയിൽ രാമൻ പിള്ള ആശാൻ. അദ്ദേഹം, അതായത് ഡോക്ടർ പൽപ്പു, തൻ്റെ ഹയർ സ്റ്റഡീസ് ഒക്കെ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ വെച്ചാണ് കംപ്ലീറ്റ് ചെയ്തത്. അല്ലെങ്കിൽ തൻ്റെ ഹയർ സ്റ്റഡീസ് ഒക്കെ അദ്ദേഹം കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ വെച്ചാണ് നടത്തിയത്. ദെൻ മൈസൂർ ജയിലിലെ സൂപ്രണ്ടായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നു. ദെൻ ബറോഡയിൽ സാനിറ്ററി ഉപദേഷ്ടാവായി നിയമനം ആയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ദെൻ അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് വർക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ട്രീറ്റ്മെൻറ്റ്സ് ഓഫ് തീയൻ ഇൻ ട്രാവൻകൂർ. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് വർക്കാണ്. എന്താണ്? ട്രീറ്റ്മെൻറ്റ്സ് ഓഫ് തീയൻ ഇൻ ട്രാവൻകൂർ. ഡോക്ടർ പൽപ്പുവിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണത്. അത് ഓർത്ത് വെക്കണേ. ദെൻ തിരുവിതാംകോട്ടെ തീയൻ എന്ന പേരിൽ ലേഖനങ്ങൾ എഴുതിയ വ്യക്തി ഡോക്ടർ പൽപ്പു ആണ്. എന്താണ്? തിരുവിതാംകോട്ടെ തീയൻ. ദെൻ 1896 ഗ്രേറ്റ് ഈഴവ അസോസിയേഷൻ അല്ലെങ്കിൽ ഈഴവ മഹാസഭ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. അത് ഓർത്ത് വെക്കണം. ഗ്രേറ്റ് ഈഴവ അസോസിയേഷൻ അല്ലെങ്കിൽ ഈഴവ മഹാസഭ സ്ഥാപിച്ച വ്യക്തി ഡോക്ടർ പൽപ്പു ആണ്. അതിൻ്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് തിരുവനന്തപുരം വെച്ചിട്ടാണ്. ദെൻ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1882 ഡോക്ടർ പൽപ്പു സ്വാമി വിവേകാനന്ദനെ മൈസൂരിൽ വെച്ച് മീറ്റ് ചെയ്യുന്നുണ്ട്. ആ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1882 പിന്നെ SNDPയുടെ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ആണ് ഡോക്ടർ പൽപ്പു. ദെൻ തിരുവിതാംകൂർ ഈഴവ സഭ സ്ഥാപിച്ചതും ഡോക്ടർ പൽപ്പു ആണ്. നേരത്തെ ഞാൻ പറഞ്ഞു ഈഴവ മഹാസഭ സ്ഥാപിച്ചതും ഡോക്ടർ പൽപ്പു ആണ്. അതോടൊപ്പം തിരുവിതാംകൂർ ഈഴവ സഭ സ്ഥാപിച്ചതും ഡോക്ടർ പൽപ്പു ആണ്. ദെൻ നാരായണ ഗുരുകുലം സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പുവിൻ്റെ മകനായിട്ടുള്ള നടരാജ ഗുരുവാണ്. അത് ഒന്ന് ഓർത്ത് വെക്കണം. ഡോക്ടർ പൽപ്പുവിൻ്റെ മകനാണ് നടരാജ ഗുരു. അദ്ദേഹമാണ് നാരായണ ഗുരുകുലം സ്ഥാപിച്ചത്. നടരാജ ഗുരുവാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ അധിക ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ഒക്കെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്ത വ്യക്തി. അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടരാജ ഗുരുവാണ്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ് അബൌട്ട് ഡോക്ടർ പൽപ്പു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1891 സമർപ്പിക്കപ്പെട്ട മലയാളി മെമ്മോറിയലിൽ മൂന്നാമതായി ഒപ്പുവെച്ച വ്യക്തിയാണ് ഡോക്ടർ പൽപ്പു.
ദെൻ 1896 അദ്ദേഹം ഈയവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തു. ഈ ഈയവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാളിന് മുന്നിലാണ് കേട്ടോ. അതും ഒന്ന് ഓർത്ത് വയ്ക്കുക. ഡോക്ടർ പൽപ്പു കുമാരനാശാനെ ചിന്നസ്വാമി എന്നായിരുന്നു വിളിച്ചിരുന്നത്. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ചിലപ്പോൾ ചോദിക്കാം. ശ്രീ കുമാരനാശാനെ ചിന്നസ്വാമി എന്ന് വിളിച്ചത് ആരായിരുന്നു? ഉത്തരം ഡോക്ടർ പൽപ്പു ആണ്. ദെൻ അടുത്ത പോയിന്റ് നോക്കാം. ആദ്യ ഡോക്ടർ പൽപ്പു പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ഡോക്ടർ M.R. രാജഗോപാൽ ആണ്. ആദ്യ ഡോക്ടർ പൽപ്പു പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ഡോക്ടർ M.R. രാജഗോപാൽ ആണ്. പിന്നീട് നമുക്ക് ഒരു വർക്ക് നോക്കാം. ആ വർക്ക് എഴുതിയത് M.K. സാനു ആണ്. ഡോക്ടർ പൽപ്പുവിനെ കുറിച്ച് എഴുതിയൊരു വർക്കാണ്. അതെന്താന്ന് നോക്കാം. ഡോക്ടർ പൽപ്പു ധർമ്മബോധത്തിൽ ജീവിച്ച കർമ്മയോഗി. എന്താണ്? ഡോക്ടർ പൽപ്പു ധർമ്മബോധത്തിൽ ജീവിച്ച കർമ്മയോഗി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വർക്ക് എഴുതിയത് ആരാണ്? M.K. സാനു ആണ്. ഡോക്ടർ പൽപ്പുവിനെ കുറിച്ച് എഴുതിയ ഒരു വർക്കാണത്. ദെൻ ഡോക്ടർ പൽപ്പു മാനസപുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് കുമാരനാശാനെയാണ്. അതോടൊപ്പം കുമാരനാശാനെയാണ് ഡോക്ടർ പൽപ്പു ചിന്നസ്വാമി എന്ന് വിളിച്ചത്. അത് ഓർത്ത് വെക്കണേ. സോ നമ്മൾ എന്തൊക്കെയാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതെന്ന് നമുക്കൊന്നും കൂടെ നോക്കാം. ഡോക്ടർ പൽപ്പുവിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1863 മുതൽ 1950 വരെയായിരുന്നു. നിശബ്ദനായ വിപ്ലവകാരി എന്നായിരുന്നു ഡോക്ടർ പൽപ്പു അറിയപ്പെട്ടിരുന്നത്. ഈ ഒരു ടൈറ്റിൽ കൊടുത്തത് സരോജിനി നായിഡു ആയിരുന്നു. അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിലെ പേട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചത്. അദ്ദേഹത്തെ ഈയവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. ഡോക്ടർ പൽപ്പുവിൻ്റെ യഥാർത്ഥ നാമം പത്മനാഭൻ പൽപ്പു എന്നായിരുന്നു. ദെൻ അടുത്തൊരു പോയിന്റ് എന്താ നമ്മൾ പഠിച്ചത്? ഈയവ സമുദായത്തിൽ നിന്നും മെഡിക്കൽ ഡിഗ്രി എടുത്ത ആദ്യ വ്യക്തിയായിരുന്നു ആര്? ഡോക്ടർ പൽപ്പു. അതോടൊപ്പം ഞാൻ മറ്റൊരു പോയിന്റ് കൂടെ പറഞ്ഞിരുന്നു. എന്തായിരുന്നു അത്? ഈയവ സമുദായത്തിൽ പെട്ട വ്യക്തിയായതിനാൽ തിരുവിതാംകൂർ മെഡിക്കൽ സർവീസിൽ നിന്നും ഉദ്യോഗം നിഷേധിക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയായിരുന്നു ആര്? ഡോക്ടർ പൽപ്പു. പിന്നീട് അദ്ദേഹം തൻ്റെ ഹയർ സ്റ്റഡീസ് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നടത്തി. ദെൻ മൈസൂർ ജയിലിൽ സൂപ്രണ്ടായി സേവനമനുഷ്ഠിച്ചു. ദെൻ ബറോഡയിൽ സാനിറ്ററി ഉപദേഷ്ടാവായി നിയമിതനായി. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് വർക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ട്രീറ്റ്മെൻറ്റ്സ് ഓഫ് തീയൻ ഇൻ ട്രാവൻകോർ എന്ന് പറഞ്ഞിട്ടുള്ള. ദെൻ അദ്ദേഹം ഈഴവ മഹാസഭ 1896 സ്ഥാപിച്ചു. അതിൻ്റെ ആദ്യ സമ്മേളനം തിരുവനന്തപുരം വെച്ചായിരുന്നു. ദെൻ 1882 അദ്ദേഹം മൈസൂരിൽ വെച്ച് സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടി. പിന്നെ തിരുവിതാംകൂർ ഈഴവ സഭ അദ്ദേഹം സ്ഥാപിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ നടരാജഗുരു ആണ് നാരായണ ഗുരുകുലം സ്ഥാപിച്ചത്. അദ്ദേഹം ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ഓഫ് ശ്രീനാരായണ ഗുരു ഒക്കെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മലയാളി മെമ്മോറിയലിൽ 3ാമതായിട്ട് ഒപ്പുവെച്ച വ്യക്തി ഡോക്ടർ പൽപ്പു ആണ്. പിന്നെ ഈഴവ മെമ്മോറിയലിന് അദ്ദേഹം നേതൃത്വം കൊടുത്തു. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആരുടെ മുന്നിലായിരുന്നു? ശ്രീമൂലം തിരുനാളിന് മുന്നിലായിരുന്നു. പിന്നെ ഡോക്ടർ പൽപ്പു ധർമ്മബോധത്തിൽ ജീവിച്ച കർമ്മയോഗി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വർക്ക് എഴുതിയത് ആരാണ്? M.K. സാനു. പിന്നെ ഡോക്ടർ പൽപ്പുവിൻ്റെ മാനസപുത്രൻ എന്ന് വിളിച്ചത് കുമാരനാശാനെയായിരുന്നു. അതോടൊപ്പം കുമാരനാശാനെ അദ്ദേഹം ചിന്നസ്വാമി എന്നുകൂടെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ദെൻ ആദ്യ ഡോക്ടർ പൽപ്പു പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരായിരുന്നു? ഡോക്ടർ M.R. രാജഗോപാൽ ആയിരുന്നു. പിന്നെ പറഞ്ഞൊരു പോയിന്റ് എന്തായിരുന്നു? SNDP, അതായത് ശ്രീനാരായണ ഗുരുവിൻ്റെ SNDPയിലെ ആദ്യ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ആര്? ഡോക്ടർ പൽപ്പു. ദെൻ തിരുവിതാംകോട്ടെ തീയൻ എന്ന പേരിൽ ലേഖനങ്ങൾ എഴുതിയതും ഡോക്ടർ പൽപ്പു ആയിരുന്നു. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഡോക്ടർ പൽപ്പു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് മീ ബൈ സബ്സ്ക്രൈബിങ്. സോ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.